بسم الله الرحمن الرحيم. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين فسبح باسم ربك العظيم. صدق الله. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയത്ത് 88ാമത്തെ ആയത്തായിട്ട് ഓതിയത്. ഇതിൽ അല്ലാഹു ചൊല്ലുന്നു, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഇനി ആ സക്കറാത്തിലെ അല്ലെങ്കിൽ മരിക്കണവ് കിടന്നവനോ അള്ളാഹുടെ ഏറ്റവും മുട്ടത്തവനുണ്ടായെങ്കിൽ, നിക്കട്ടവർത്തിയായെങ്കിൽ, മുഖറബായ ആളായെങ്കിൽ, അല്ലെങ്കിൽ എ ഗ്രേഡിലുള്ളവനുണ്ടായെങ്കിൽ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, അവനക്ക് വലിയ സന്തോഷായിട്ടിരിക്കരുത്. അതേപോലെ അവന്റെ ജീവനായിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ സ്വർഗീയമായ ജീവനായിട്ടിരിക്കരുത്. ഒരു വ്യാഖ്യാനം അങ്ങനെ ആയിട്ടിരിക്കരുത്. പിന്നൊരു വ്യാഖ്യാന അവൻ മരിക്കുന്ന സന്ദർഭത്തില് സ്വർഗത്തെ മനം അവനക്ക് കിട്ടുവെച്ചൊന്നിട്ടായിട്ടിരിക്കരുത്. സ്വർഗത്തെ മന മന്ത്രിൽ പിന്നായിട്ടിക്കോ, ആ സ്മെല്ലെടുത്തൽ പിന്നായിട്ടിക്കോ, അവന്റെ റൂഹ് കൊണ്ടേ ചെന്നിട്ടായിട്ടിരിക്കരുത്. റൈഹാൻ ചൊല്ലിക്കൊരു അർത്ഥം. എന്നിട്ട് അല്ലാഹു ചൊല്ലെ വജന്നത്തു നഈം, അവനക്ക് എല്ലാ നിഅമത്ത് കൊണ്ട് നിറക്കപ്പെട്ട അനുഗ്രഹീതമായ സ്വർഗവും അവൻ കൊണ്ടുവന്നിട്ടായിട്ടിരിക്കരുത്. അല്ലാഹു ചൊല്ലെ അപ്പൊ മുഖറബായ ആൾ, അള്ളാഹുവിന് ഏറ്റവും സാമീപ്യമുള്ള ആള്, അവനക്ക് ഭയങ്കരമായ സന്തോഷവും അതേപോലെ മരിക്കുന്ന സന്ദർഭത്തിലും നാല് ആഖിറത്തിലും വലിയ സന്തോഷകരമായ ജീവിതം അള്ളാഹു കൊടുക്കാതിരിക്കരുത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ജീവന സ്റ്റാർട്ടാവുടനെ മരിക്കലോട് കൂടെ ചെന്നിട്ടായിട്ടിരിക്കരുത്. ദുനിയാവ് അത് ആഖിറത്തുക്ക് സമ്പാദനാക്കുള്ളേ ഒരു കൃഷി ഭൂമി മാത്രമായിട്ടിരിക്കരുത്. ദുനിയാവ് ഒരേ ടൈം മാത്രമായിട്ടിരിക്കരുത്. നഗയ്ക്കരുത് ദുനിയാവിലും മിഞ്ചണ്ടായെങ്കിൽ 60-70 ವರ್ಷ ಯಾರ കിട്ടിയോണ്ട് ബൈ ചാൻസ് ചൊല്ലണത്രേ ഇത്തരായിട്ടിരിക്കരുത്. ദുനിയാവിൽ നഗയ്ക്കരുത്. ഈ ഇക്കര കാലത്തിൽ ഒരു മനുഷ്യ നല്ല നിലയ്ക്ക് അള്ളാഹു ചെന്ന പോലെ ജീവിച്ച നബിതങ്ങ ആ പടിപ്പാട്ടെ പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ ചൊല്ലത് ആഖിറ ചൊല്ലത് അയക്കൊരു അന്ത്യമില്ല, അയക്ക് ലാസ്റ്റ് ചൊല്ലതില്ല. ഇത്ര ടൈം ചൊന്നില്ല. ഞങ്ങളെ ഉംറുകു ഞങ്ങളെ ആയുസ്സുക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഫിക്സ് ആക്കിയിട്ട് അമാർ ഉമ്മത്തി മാ ബൈന 60 ഔ 70. നബി തങ്ങൾ ചൊല്ലുന്നു, നന്റെ ഉമ്മത്തിലെ ഉംറ ആയുസ്സുണ്ടെങ്കിൽ മാ ബൈന 60 ഔ 70, 60-70 ഇടയ്ക്കുള്ള ഉംറായിട്ടിക്കര് നന്റെ ഉമ്മത്തിലെ ആയുസ്സുണ്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. പണ്ടത്തെ ആൾമാർ ആദം നബി അലൈഹി ഇസ്ലാം പോലെയുള്ള ആൾമാർ 1000 വർഷം ജീവിച്ചിരിക്കുവാർ. നൂഹ് നബി അലൈഹി ഇസ്ലാം പോലെയുള്ള ആൾമാർ 1000 വർഷം ജീവിച്ചിരിക്കുവാർ. അതേ സന്ദർഭത്തില ഞങ്ങളുടെ സമുദായത്തെ ആൾമാര് ആയുസ് വെറും 60-70 വർഷം മാത്രമായിട്ടിക്കര് ഈ ദുനിയാവിൽ ഞങ്ങളെ ടെമ്പർ കാട്ടുന്നത് മാത്രം ഉള്ളത്. ആയെങ്കിൽ ഈ 60-70 വർഷത്തെ ഇടയ്ക്ക് മാത്രം ഒരു മനുഷ്യ അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് മാത്രം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ത്യമില്ലാത്തൊരു നാളുണ്ട്. സ്വർഗാചൊല്ലി അന്ത്യമില്ലാത്ത നാള്, ആഖിറാചൊല്ലി അന്ത്യമില്ലാത്ത നാള്. ഐക്യം ഇത്ര വർഷ ചെന്നിട്ട് ആരും ഫിക്സ് ആക്കിയതില്ല. ഇത്ര വർഷ ചെന്നിട്ട് ഫിക്സ് ഇല്ല. അപ്പൊ ഈ ചെറിയ വയസ്സില് ഈ ചെറിയ ആയുസ്സില് ഞങ്ങ എത്ര നല്ല കാര്യമാക്കിയാമ അത്രയും ഞങ്ങ സ്വർഗത്തില് ആ വലിയ സ്ഥാനം ഞങ്ങൾ കിട്ടു ചെന്നിട്ടായിട്ടിക്കര് ഖുർആൻ ഞങ്ങളിൽ പിന്നെയും ഓർമ്മയാക്കിയിട്ടുള്ളതായിട്ടിക്കര്. ഇതേ ഒരു വിഷയം, ഇതേ ഒരു ആശയ ഈ സൂറത്തുൽ വാഖിയത്ത് മിഡിൽ അള്ളാഹു ഞങ്ങൾക്ക് ചൊന്നറാം. അതേപോലെ ലാസ്റ്റും അള്ളാഹു ഞങ്ങൾക്ക് ഓർമ്മയാക്കിയിട്ടുള്ളേ. നീനൊരു മുഖറബായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിക്ക് പേടിയില്ല, വലിയ സന്തോഷായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു ചൊല്ല്. എന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ല് വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ,
ഇനി നീന് സൗഭാഗ്യവന്തുണ്ടായെങ്കിൽ അല്ലുണ്ടായെങ്കിൽ വലത്ത് കയ്യിൽ കിതാബ് കിട്ടിയ ആളുണ്ടായെങ്കിൽ നീന് വലത്ത് ഭാഗത്തെ ആളായ കാരണത്തില് വലത്ത് കയ്യിൽ കിതാബ് കിട്ടിയ ആളായ കാരണത്തില് നിക്ക് സലാമത്തായിട്ടിക്കര് മലായിക്കത്ത് ബന്ധം നീണ്ടിട്ട് ചെല്ലാറ് ഒരു പേടിയും നീ പേടിക്കണ്ട നീ വലിയ സന്തോഷത്തിലും സലാമത്തിലായിട്ടിക്കരാ പരിശുദ്ധ ഖുർആൻ ചൊന്ന് മുഖറബിയുടെ സ്ഥാനത്ത് നിങ്ങൾ എത്ര കാര്യമില്ലുണ്ടായെങ്കിലും അസ്ഹാബുൽ യമീന്റെ സ്ഥാനത്തിലായെങ്കിലും അള്ളാഹു നാൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നുണ്ടായെങ്കില അസ്ഹാബുൽ യമീൻ വലത്ത് കയ്യിൽ കിതാബ് കിട്ടിയ ആൾമാർ അവിടുന്ന് സലാമത്തുണ്ട് ചൊന്നിട്ടായിട്ടിരിക്കുന്ന ആഖിറത്തിൽ. അതേ സന്ദർഭത്തില് അതേ സന്ദർഭത്തിൽ ഖുർആൻ ചൊല്ലു നീ ഖുർആന്റെ കളവാക്കണവനുണ്ടായെങ്കിൽ നീ ഖുർആന്റെ ഒരു നിസ്സാരമായിട്ട് ഇൻസൾട്ട് ആയിട്ട് കണ്ടവനുണ്ടായെങ്കിൽ അല്ലെങ്കിൽ നീ ഒരു പത്തപ്രശ്നായെങ്കിൽ ദീന്റെ തൊട്ട് ദൂരായ ആളുണ്ടായെങ്കിൽ നിൽക്കുന്ന ആഖിറത്തിലുള്ള സത്കാരം കൊണ്ടുണ്ടാവും. ഖുർആൻ ചൊന്നേ ഫനുസുലും മിൻ ഹമീം ചൊന്നുണ്ടായെങ്കിൽ ഫസ്റ്റിക്ക് പോയ പോലെ എനിക്ക് തന്റെ നല്ല നല്ല ഭയങ്കരമായ ചൂട് തന്നെയായിരിക്കും അല്ലാഹു എനിക്ക് തന്റെ ഫസ്റ്റ് പോയ പോലെ ഒരു ബിരുദരെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റഡ് സൽക്കാരാക്കണേ നല്ലൊരു പാനീയം കൊടുത്തിട്ടായിട്ടിരിക്കുന്ന സൽക്കാരാക്കണേ. അതേ സന്ദർഭത്തില ദുനിയാവിൽ മാത്രം അടിച്ചു പിടിച്ച് ജീവിച്ച ബേക്കാവിട്ട് ജീവനായിട്ടിരിക്കല് ഇഷ്ടം പോലെ ജീവിച്ച ഓണും വേണു പോലെ ജീവിച്ച മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന പോലെ തന്റെ ജീവന നാനായിട്ടിരിക്കുന്ന ചോയ്സ് ആക്കണേ ചൊല്ലെ ഈ ടൈമിലൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ ചൊല്ലുന്നു ഫനുസുലും മിൻ ഹമീം നിക്കുല സത്കാരം ഒന്നുണ്ടാവും. ഫസ്റ്റ് ബന്ധപ്പെട്ട് കേട്ട ആതിഥ്യം എന്തിനായിട്ടുണ്ടെങ്കിൽ മിൻ ഹമീം ഭയങ്കരമായ ചൂടുള്ള തന്നെയായിട്ട് അല്ലാഹു നിക്ക് തന്റെ ചൊന്നിട്ടായിട്ട് ചൂടുള്ള തണ്ണി ചൊന്നിട്ടു. അത് എന്തിനെ ചൊന്നിട്ടു? സൂറത്തുൽ വാഖിയത്തിലെ ഇടക്കനൊക്കെ ചൊന്നിട്ടിരുന്ന എന്തിന് ആ തണ്ണി ഭയങ്കര തണ്ണി മാത്രല്ല ആ തണ്ണിയുടെ മാത്തു ഓണു മുഖത്തെ മുട്ടക്കൊമ്പോമ്പത്തിക്കു കുടിക്കലല്ല മുഖത്തെ മുട്ടക്കൊമ്പോമ്പത്തിക്ക് ഓന്റെ മുഖത്തിലുള്ള എരിച്ചെല്ലാം എരിച്ചിട്ട് ആ തണ്ണിക്ക് പുള്ളു ചൊന്നിട്ടായിട്ടിക്കരുത്. എന്ത് കാരണത്തില് അത്രയും ചൂട് തണ്ണിയായിട്ടിക്കു ഓണു കുടിക്കണു കൊടുക്കലേ ചൊന്നിട്ടായിട്ടിക്കരു ഖുർആൻ ചൊല്ലെ. ഇത് നന്റെ പലക്കൊന്നുമല്ല ഖുർആൻ ചൊല്ലെ അങ്ങനെ ആയിട്ടിക്കരുത്. അത്രയും ചൂടുള്ള തന്നെയായിട്ടിക്കരോണ് കുടിക്കരേ അത്രയും ചൂടുള്ള തന്നെയായിട്ടിക്കര് ഓണക്ക് ഫസ്റ്റ് എൻട്രാമത്ത് അള്ളാഹു നരകത്തിൽ കൊടുക്കും. അത്രയും ചൂടുള്ള തണ്ണിനെ കൊടുത്തിട്ടായിട്ടിക്കര് ചൊല്ലെ ഓനെ ഈ തണ്ണി നീന് കുടിക്കണോ എങ്ങനെ കുടിക്കണോ ഊർത്ത് കുടിക്കരുതല്ല ഊർത്തിട്ട് കുടിച്ചെങ്കിൽ ആവില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് മാത്രം തണ്ണി പിന്നെ ചായ മാത്രം ഔത്തിൽ മാത്രം ഔത്ത് പെണ്ണിങ്ങ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കട തെല്ല് ചൂടിയാറുണ്ടെങ്കിൽ തെൽത്തെല്ല് ഊർത്തിട്ട് നിങ്ങൾ കുടിക്കറ. സ്വർഗത്തിൽ അങ്ങനെ നരകത്തിൽ അങ്ങനല്ല. നരകത്തിൽ അല്ലാഹു തആല ഒരു ഗ്ലാസ് ഭയങ്കരമായ ചൂടുള്ള ഈ തണ്ണി കുടിച്ചിട്ട് തണ്ണി തന്നിട്ട് അല്ലാഹു ചൊല്ലെ മോനെ ഇത് നീ എങ്ങനെ കുടിക്കണമെന്നുണ്ട ഒരു താകായിട്ടുള്ള വണ്ട എങ്ങനെ കുടിക്കറാം അതുപോലെ നീ കുടിക്കണോ ചൊന്നിട്ടായിട്ട് അല്ലാഹു ചൊല്ലെ. ഒരു താകായ വണ്ട ആ വണ്ട കുടിക്കുമ്പോത്തുക അതിനെ ബായ് വെച്ച് അതിനെടുക്കില്ല. ബായ് വെച്ച് എടുക്കൊണ്ടെങ്കിൽ അതിന് താക തീന്നിട്ടാവണു. അതുപോലെ നീ ഊർത്തിട്ട് കുടിക്കലല്ല പിന്നമാ ഒർക്കല നീ കുടിക്കണോ ചൊന്നിട്ടായിട്ടിക്കര് ഉടച്ചറപ്പിടെ വാട്ടർ അങ്ങനെ ആയിട്ടിക്കര് മുട്ട പൊമ്പോമ്പത്തിക്ക് ഞങ്ങളെ മുഖത്ത് എരിച്ചതിക്ക് മുള്ളുണ്ടായെങ്കിൽ കുടിച്ചുണ്ടായ ഞങ്ങളെ അവസ്ഥ എങ്ങനെ ചൊന്നിട്ടു ജസ്റ്റ് ഒന്ന് തിങ്കാക്കി നോക്കൂ. അതായിട്ടിക്കര് അല്ലാഹു ചൊല്ലെ ഫനുസുലും മിൻ ഹമീം നിക്ക് അല്ലാഹു തന്റെ ആ ആതിഥ്യ അല്ലണ്ടായെങ്കിൽ ഗസ്റ്റുകളുടെ സത്കാരം തരെ ചൊന്നുണ്ടായെങ്കിൽ മിൻ ഹമീം ഫസ്റ്റ് നരകത്തിൽ നിന്നുകൊണ്ട് സാത്തുക അല്ലാഹു നിക്ക് തന്റെ ഭയങ്കരമായ ചൂടുള്ള തണ്ണിയായിട്ടിക്കരുത്. മാത്രമല്ല നീ പിന്നെ അത് കുടിച്ചിട്ട് നിക്ക് ഒരു സമാധാനം ഉണ്ടാ ഇല്ല. ഭയങ്കരമായിട്ടും കത്തിരെ തീ നരകായിട്ടിക്കര് ആ നരകത്തുകായിട്ടിക്കര് നിന്റെ പ്രവേശന. പിന്നെ ഒരു ഗ്ലാസ് തണ്ണി കുടിച്ചിട്ട് എല്ലാം സമാധാനാവാ ചൊന്നിട്ടു ആ സമാധാനം നിക്ക് കിട്ടല ചൊന്നിട്ടായിട്ടിക്കര് ആ സമാധാനം നിനക്ക് കിട്ടു ചൊന്ന് വിചാരിക്കണ്ട. നീ പിന്നെ പ്രവേശനാക്കട എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കത്തിരെ നരകത്തുകായിട്ടിക്കരെ നീ പ്രവേശനാക്കടേ. എന്നിട്ട് ഇത്ര ചൊന്നിട്ട് അല്ലാഹു ചൊല്ലുന്നതിന് വന്നിട്ടാ ഇതല്ല ഇങ്ങനെ ആയിട്ടിക്കു ചൊന്നിരെ ചൊന്നിട്ട് വിചാരിക്കണ്ട. ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ അല്ലാഹു പിന്നെ ചൊല്ല അങ്ങനെ ആയിട്ടിക്കരുത്. ഇത് കട്ടു സത്യമായ ഒരു വിഷയ ചൊന്നിട്ടായിട്ടിക്കര് അല്ലാഹു ചൊല്ലെ. ഇത് ലാട്ടുപോട്ടെന്ന് ചൊന്ന് വിചാരിക്കണ്ട. ഖുർആൻ ലാട്ടുപോട്ടൊന്നും അല്ല. ഖുർആൻ ലാട്ടുപോട്ടാക്കുന്ന ഗ്രന്ഥവും അല്ല. അങ്ങനെ തമാശ ചൊല്ലെ ഗ്രന്ഥവും അല്ല ഖുർആൻ. അല്ലാഹു ചൊല്ലെ ഇന്ന ഹാദാ
മോനെ നാ ഇതെല്ലാം ചൊന്നില്ലേ ലഹു ഹഖ്ഖുൽ യഖീൻ ഇത് കട്ടു സത്യമായിട്ടിക്കറ് ചൊന്നിട്ടായിട്ടിക്കറ് പടച്ചറപ്പ് ഞങ്ങൾ ടീച്ചോണ്ട് ഇത് വെറുതെ ഒന്നും കേട്ടിട്ട് ഇങ്ങനെ വിട്ടുപോണ്ടേ പോലത്തെ വിഷയമൊന്നും അല്ല. ഇത് ഓർക്കാതിൽ കേട്ടിട്ട് അത് പത്രമായിട്ടും ഉറപ്പിച്ചിരിക്കണായ ഒരു വിഷയമായിട്ടിക്കറ് ഖുർആൻ ഞങ്ങൾക്ക് വഴിപാട്ടനായിട്ടിക്കറ് ഇന്ന ഹാദാ ഈ വിഷയ ലഹു ഹഖ്ഖുൽ യഖീൻ ഇത് കട്ടു സത്യമായ വിഷയമായിട്ടിക്കറ് ഇത് ഉറപ്പായ വിഷയമായിട്ടിക്കറ് ഇതിലൊന്നും ഡൗട്ട്ഫുൾ ഇല്ല ചെന്നിട്ടായിട്ടിക്കറ് അള്ളാഹു ചൊല്ലേ. എന്നിട്ട് അള്ളാഹു ലാസ്റ്റ് ഈ ആയത്ത് ഈ സൂറത്തില് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം നബിയെ മഹത്തുള്ളതായ റബ്ബുടെ നിങ്ങ ആ റബ്ബുടെ പേര് നിങ്ങ പരിശുദ്ധമാക്കോരു ആ റബ്ബുടെ നിങ്ങ പരിശുദ്ധമാക്കോരു ചെന്നിട്ടു ഇങ്ങനെ ഈ ലാസ്റ്റ് ഈ സൂറത്തില് ലാസ്റ്റ് അവിടെ ഈ നിലക്ക് ചെന്നിട്ടായിട്ടിക്കറ് ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം ചൊല്ല് ഈ ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഇജ്അലൂഹാ ഫീ റുകൂഇക്കും ഈ സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലത് ഇത് നിങ്ങൾ എപ്പോഴും റുകൂലും ഈ ദിക്ർ ചൊല്ലണം ചെന്നിട്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോ സ്വഹാബത്തിലേക്ക് ചെന്നിട്ടായിട്ടിക്കറ് സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി ചൊല്ലുന്ന റുകൂൽ ചൊല്ലില്ലേ അത് എപ്പാണ് നബി തങ്ങൾ ചൊല്ലണം സ്റ്റാർട്ട് ആക്കിയത് സൂറത്തുൽ വാഖിയത്തെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ ചൊല്ലുന്നു ഇജ്അലൂഹാ ഫീ റുകൂഇക്കും ഇത് നിങ്ങൾ റുകൂലു ഇണ്ടിൽ പിന്നെ ഈ തസ്ബീഹ് നിങ്ങൾ ചൊല്ലണം ചെന്നിട്ടായിട്ടിക്കറ് നബി തങ്ങൾ ചൊല്ലേ സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി ചൊല്ലേ. ഈ ദിക്ർ ഈ സൂറത്തുൽ വാഖിയത്തെ ലാസ്റ്റ് ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഇട്ടുക അണ്ടിൽ പിന്നെ എല്ലാ നാളും റുകൂലും നിങ്ങൾ ഇത് ഓതുന്നത് നിങ്ങൾ പഠിപ്പാടിത്ത് എന്നിട്ടാ സുജൂദിലായിട്ട് സുജൂദിൽ ചൊല്ലി ദിക്റെന്തരെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി അതേപ്പടി നിങ്ങൾക്ക് ചൊല്ലുന്നുണ്ടാ അത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ ചൊല്ലി സൂറത്ത് ഇറങ്ങിയപ്പോ അപ്പനെ ചൊല്ലുന്നു ഇജ്അലൂഹാ ഫീ സുജൂദിക്കും ഇത് ഇന്നിൽ പിന്നെ നിങ്ങൾ സുജൂദിലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലറോ ചൊന്നിട്ടായിട്ടിക്കറ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി ചൊല്ല് ഈ ദിക്ർ അണ്ടിൽ പിന്നെ നിങ്ങൾ ചൊല്ലറോ ചൊന്നിട്ടു സ്വഹാബത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പനയാക്കിട്ട് ചൊന്നിട്ടായിട്ടിക്കറ് മുഫസ്സിരീങ്ങ അങ്ങനെ കിതാബിൽ പഠിപ്പാട്ടിപ്പിക്കാറ് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലെ ധാരാളമായ വിഷയം പഠിക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നൊരു 2 ക്ലാസ്സിൽ ഹ്രസ്വമായ രീതിയിൽ സൂറത്തുൽ വാഖിയ ഒന്ന് അവതരിപ്പിക്കുന്ന വിചാരിച്ചത് ഏനാದ್ರೆ വ്യാഖ്യാനം ആക്കണമെങ്കില്ല ഇത്രത്തോളം ഓരോ പദത്തെ ഞങ്ങൾ വ്യാഖ്യാനാക്കി ഓരോരോ ആയത്തെയും ഞങ്ങൾ ചർച്ചയാക്കി ആയിട്ടിക്കറ് ഇനിയിപ്പോ ഒരു 2-4 ആയത്തിനെ ചർച്ചയാക്കില്ല. ഇദാ വഖഅത്തിൽ വാഖിയയെ പിടിച്ചിട്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം ചൊല്ലിയെടുത്തോളും കാര്യം അർത്ഥം മാത്രം ഇങ്ങനെ ചൊല്ലുകൊണ്ട് അത് എന്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ഇദാ വഖഅത്തിൽ വാഖിയ ചൊല്ലി സൂറത്ത് ഒരു മുഅ്മിനായ മനുഷ്യ അവനും അവന്റെ ഔത്തുള്ള പെണ്ണിങ്ങവും മക്കളും എല്ലാ നാളും ഓതുനുള്ള സൂറത്ത് ചൊല്ലിട്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുക ആ എല്ലാ നാളും ഓതുന്ന സൂറത്തിലെ ഒരു അർത്ഥവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥവും ഞങ്ങൾ കൊടുത്തായെങ്കിൽ ഒന്നും കൂടെ ഞങ്ങളെ മനസ്സിക്ക് ആ ഒരു ഓത്തൊരു കൊസിയെ പേരായിട്ടിക്കറ് അതിക്ക് വേണ്ടിയിട്ട് ആ അർത്ഥം നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്താവുന്ന വേണ്ടിയിട്ടായിട്ടിക്കറ് ഞാനെ ആ വാക്യത്തെ ഫസ്റ്റ് പിടിച്ചിട്ട് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ജസ്റ്റ് ഒന്ന് അർത്ഥം ഇങ്ങനെ ചൊന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു തആല ജീവിതത്തിൽ സമൃദ്ധി അല്ലാഹു തരട്ടെ, നെമ്മതി അല്ലാഹു തരട്ടെ. ഞങ്ങൾക്കാവട്ടെ ഞങ്ങളെ മക്കൾക്കാവട്ടെ ഞങ്ങളെ സന്താന പരമ്പരക്കാവട്ടെ അല്ലാഹു ദരിദ്ര ഒന്നൊരു അല്ലാഹു തരാട്ടെ. ഇസ്സത്തോടു കൂടി ജീവിക്കരെ കുടുംബമാക്കിയിട്ട് അല്ലാഹു തീർക്കട്ടെ. ഈ സൂറത്തുൽ വാഖിയ ഇത്രയും നാൾ ഞങ്ങൾ പരിശുദ്ധമായ റമളാനിൽ തുടങ്ങി വെച്ചതായിട്ട് സൂറത്തുൽ വാഖിയ ഇത്രയും നാൾ പടച്ചറപ്പിനെ ഈ പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ചർച്ചയാക്കിയ റഹ്മാനെ അല്ലാഹു ഇതിന്റെ കാരണത്തിൽ നീ എപ്പോഴും നീ ഞങ്ങൾക്ക് മനസ്സിന് നെമ്മതി തരണം റഹ്മാനെ. നീ തന്ന നിഅമത്ത് കൊണ്ട് എപ്പോഴും തൃപ്തിപ്പെട്ട മുഅ്മിനീങ്ങളെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും പിന്നൊരുത്തരെ കൈകാട്ടിട്ട് പിന്നൊരുത്തരം മുതലു ഭയങ്കര ഒരു പരിസ്ഥിതി ഞങ്ങൾക്കാവട്ടെ ഞങ്ങളെ മക്കൾക്കാവട്ടെ സന്താന പരമ്പരക്ക് പറച്ചറപ്പേ നീ തരാണ്ട് ഇസ്സത്ത് നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.